ജീവിതത്തിലൊരിക്കലും ഈ ഒരു ദിവസം ഞാൻ മറക്കൂലട്ടാ. ഇന്റെ അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതും. ഇന്നേ വരെ ലൈസൻസ് കിട്ടിയിട്ടും ഞാൻ വണ്ടി എടുത്തിട്ടും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലട്ടാ. പഠിച്ചോന്റെ കാരണം കൊണ്ടോ നമ്മളെ പ്രാർത്ഥന കൊണ്ടോ എന്തോ ഭാഗത്തിന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നും പറ്റിയിട്ടില്ലട്ടാ. അങ്ങനെ വെച്ചിട്ടോട്ടെ നമ്മളെ വണ്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ ഞങ്ങളെ ഭാഗത്ത് തെറ്റില്ലാത്തോണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ധൈര്യത്തിൽ അവിടെ നിൽക്കാൻ പറ്റിയിട്ടാ. പിന്നെ ഇപ്പൊ എല്ലാരെയൊക്കെ വന്ന് നമ്മളെന്തായാലും സംസാരിച്ചു പോലും നമ്മളെ വണ്ടി നന്നാക്കി തരാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ വണ്ടിയിട്ടൊക്കെ പോയിട്ടാ. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് സിഫാന്റെ കാലിന് ചെറിയ വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഓള് വണ്ടിമ്മന്ന് എടുത്ത് ചാടിയതാണ്, അല്ലെങ്കിൽ ഓൾക്കൊത്ത് പറ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഓള് ഹോസ്പിറ്റലിലാക്കിയതിനു ശേഷം പിറ്റേ ദിവസമൊക്കെ തന്നെ കൊടുക്കാനുള്ള ഒരു ഓർഡറിനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ശരിക്കും ഞങ്ങൾ വന്നത്. അങ്ങനെ മൊത്തം തിരിഞ്ഞു നടന്നുകാണ്ട് ഞാൻ വന്ന് നോക്കുമ്പോ ഇതാ കിടക്കണ ഓളെ കാൽമേൽ ഒരു കെട്ട്. ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലേനു ഇട്ടാ പറ്റുമെന്നുള്ളതൊന്നും. ഇസ്മാന്റെ കാലിന് കെട്ടുകെട്ട് കഴിച്ചിട്ടുള്ളേനു. അപ്പോത്തിനാണ് സിഫാന്റെ കാൽമ കെട്ട് കയറിയത്. അങ്ങനെയാണ് ഇപ്പൊ വരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളിങ് കിട്ടാ. വരിയിൽ എത്തിയപ്പോഴാണ് സിഫാന പറഞ്ഞത് വണ്ടിന്റെ RC അതുപോലെ തന്നെ ഓളം മരുന്ന് എക്സ്റേ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെ മറന്നു എന്നുള്ളത്. പിന്നെ അതെടുത്തുകൊണ്ട് നേരെ പരിക്ക് അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ബൈ. പിന്നെ എല്ലാവരും വണ്ടിയൊക്കെ ഓടിക്കുമ്പോ സൂക്ഷിച്ച് ഓടിക്കുക.